മെഗാസ്റ്റാർ അമിതാഭ് ബച്ചന്റെ ഷോലെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയാണിത്. 60കളുടെ ഒടുവിൽ അമിതാഭ് ബച്ചൻ സിനിമയിലെത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും ബോക്സ് ഓഫീസിൽ തകർന്നു വീണു. ബച്ചന്റെ നീണ്ട ശരീരവും വ്യത്യസ്തമായ ഒരു ശബ്ദവും ഒരുപാട് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. ഈ ശബ്ദം സിനിമയ്ക്ക് തീരെ അനുയോജ്യമല്ല, ഇത്രയും ഉയരം ഒരു നായകന് ചേർന്നതല്ല, അങ്ങനെ വെട്ടി ചെറുതാക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പോയി. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അമിതാഭ് ബച്ചൻ. പക്ഷേ അമിതാഭ് ബച്ചന് തൻ്റെ കഴിവിൽ അപാരമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ വിമർശനത്തിൻ്റെ ഓരോ മുനമ്പിലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൂടുതൽ കരുത്താർജിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓരോ അവസരവും അദ്ദേഹം ക്ഷമയോടെ തന്നെ കാത്തു. എപ്പോഴെങ്കിലും തൻ്റെ ഊഴം വരും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 1973 പിറന്നു. അന്ന് പുറത്തിറങ്ങിയ സഞ്ജീർ എന്ന ചിത്രം ബച്ചൻ്റെ ജീവിതത്തിലെ വലിയ കരിയർ ഗ്രാഫിലെ വലിയ ഹിറ്റായി മാറി. ഒരു സാധാരണ നായകനിൽ നിന്ന് വ്യത്യസ്തമായി രോഷാകുലനും ഒറ്റയാനുമായ ഒരു കിടിലം കഥാപാത്രമായിരുന്നു സഞ്ജീറിലെ പോലീസ് ഇൻസ്പെക്ടർ. അക്കാലത്തെ പല നായകന്മാർക്കും ഈ കഥാപാത്രം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ആ ഊഴം അമിതാഭ് ബച്ചനെ തേടി വന്നു. അദ്ദേഹം അത് സധൈര്യം ഏറ്റെടുത്തു. സിനിമ പുറത്തിറങ്ങിയപ്പോഴോ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു. ഈ കഥാപാത്രമാണ് ആംഗ്രി യങ് മാൻ എന്ന വിശേഷണം അമിതാഭ് ബച്ചൻ നേടിക്കൊടുത്ത്. പിന്നെ ഹിറ്റുകളുടെ തുടർക്കഥ. അമിതാഭ് ബച്ചൻ ലോക സിനിമയിൽ തന്നെ വലിയൊരു സംഭവമായി മാറി. സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ എന്നായി ആളുകൾ വിളിക്കാൻ തുടങ്ങിയത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ചിലപ്പോൾ വിജയം പെട്ടെന്ന് വന്നു എന്ന് വരില്ല. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. എത്ര കാത്തിരിക്കേണ്ടി വന്നാലും വളരെ ക്ഷമയോടെ സഹിഷ്ണുതയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ ആ ദിവസം വരും, വിജയത്തിൻ്റെ ദിവസം. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേട്ട് നമ്മൾ തളർന്നു പോയാലോ തകർന്നു. നമ്മുടെ ആത്മധൈര്യവും പോയി, നമ്മൾ ആത്മവിശ്വാസവും പോയി തകർന്നു പോയാൽ എന്നേക്കുമായി നമ്മൾ പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീഴും. അപ്പോൾ വിമർശനങ്ങൾ വരും. അത് ആരാണ് വിമർശിക്കുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യം, എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. ഞാനെപ്പോഴും അങ്ങനെ ആലോചിക്കും. അതായത് ആളുകൾ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിൽ സദുദ്ദേശമുണ്ടോ എന്ന് ആദ്യം ആലോചിക്കും. രണ്ടാമത് ജനങ്ങളിൽ എത്ര പേർ വിമർശിക്കുന്നു എന്ന് നോക്കും. അതുപോലെ ഈ വിമർശിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ. അല്ലാതെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ കച്ച കിട്ടി ഇറങ്ങിയ ആളുകളുടെ വാക്കുകൾ കേട്ട് നിങ്ങളതിൽ മൂക്കിടിച്ച് വീണ നിങ്ങളുടെ ഭാവി തളർന്നു തകർന്നു പോകും. അപ്പോൾ ശരിയായ ഒരു അവസരം നിങ്ങളെ തേടി വരും. ജീവിതത്തിൽ പരാജയങ്ങൾ സ്വാഭാവികമാണ്. പരാജയങ്ങളുടെ വഴികൾ താണ്ടി വിജയത്തിലേക്ക് ഒരിക്കൽ എനിക്ക് എത്താൻ കഴിയുമെന്ന വിശ്വാസം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. വിജയം നിങ്ങളെ തേടി വരും, ഉറപ്പാണ്, ഉറപ്പ്. 2 ചുവട് പിറകോട്ട് വീഴുമ്പോൾ 3 ചുവട് അങ്ങോട്ട് ഓടിക്കയറാനുള്ള ഒരു ആത്മവിശ്വാസം, ആത്മധൈര്യം നിങ്ങൾ നേടുക. വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.